I told you yesterday about a girl. ഇന്നലെ ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാനിവിടെ പറയുകയുണ്ടായി. 10 years ago when I came here, her ribs were protruded. 10 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ അവളുടെ നെഞ്ചിൻകൂട് പുറത്തേക്ക് തള്ളിയ അവസ്ഥയിലായിരുന്നു. She was a small girl. വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു. I did not lay hands on her. ഞാൻ അവളുടെ മേൽ കരം വെച്ചില്ല. But when the glory of God covered this place, ദൈവമഹത്വം ഇവിടെ പൊതിഞ്ഞപ്പോൾ the bones began to crack and go back into position. ആ അസ്ഥികൾ ചലിച്ച് അതിന്റെ യഥാസ്ഥാനത്തേക്ക് പോവാനിടയായി തീർന്നു. Hallelujah. Hallelujah. That's a creative miracle അതൊരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം തന്നെയാണ്. which cannot happen ordinarily. സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. When I came to this stage, ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഞാൻ വന്നപ്പോൾ Devashish brother told me that that girl is here tonight. ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയുവാനിടയായി. Come. Mother and daughter both. Mother and daughter. I remember the mother, but daughter has become bigger. This is the girl. You are so small. Do you remember what happened that night? അന്ന് രാത്രി मैसेज देने के पहले आपने बोला कि जिसको भी जहाँ पेन है, कोई बीमारी है, वो अपना राइट हैंड प्लेस पर रखें. അന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് ദൈവദാസൻ പറഞ്ഞു, ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനയുള്ള സ്ഥലത്ത് നിങ്ങളുടെ വലതുകരം വെക്കണം. और जैसे ही आपने प्रेयर किया, बेटी ने हाथ रखा था, मैंने भी नहीं रखा था, मैं बाजू जस्ट खड़ी थी मैं, लेकिन एक साउंड आया बेटी को, मम्मी मैं ठीक हो गई, मम्मी मेरी हड्डी अंदर चले गई. ആ മോൾ താൻ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ മോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി ഞാൻ സൗഖ്യമായി, ഞാൻ പൂർണ്ണ സൗഖ്യമായി എന്ന് പറയുവാനിടയായി.